തങ്ങൾക്ക് 30-35 വയസ്സായപ്പോഴേക്കും അള്ളാഹു വലിയ ദറജയാ കൊടുത്തത്. ഇത്രയും പാരാവാരങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എന്റെ പേരിൽ ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലിയവനാണ് എന്റെ അടുത്ത് സ്ഥാനമെന്ന് പറയുമ്പോ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ, ബായാർ അൽ ബുഖാരി തങ്ങൾ, ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ വലഭാഗത്ത് നിൽക്കുന്നുണ്ടാകും. ലാ ശക്ക വലാ റൈബ ഖത്അ. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവൻ ഏത് ലക്ഷ്യത്തിൽ സലാത്ത് ചൊല്ലിയാലും സലാത്ത് മഖബൂല. ചില ആൾക്കാർ പറയും ഇത് ആളാവാൻ വേണ്ടിയുള്ള സലാത്താണ്. ചിലർ പറഞ്ഞവരുണ്ടാവും. ഞാൻ ഇന്നാളെ വാട്സപ്പിൽ കണ്ടു, നമ്മുടെ ആൾക്കാർ ചെല്ലുന്ന സലാത്തിന് മാത്രമേ നിങ്ങൾ പോകാവൂ, മറ്റു സലാത്തിന് പോകാൻ പാടില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരായി നമ്മുടെ ആൾക്കാർ? നമ്മളൊക്കെ ഒന്നല്ലടോ, നമ്മളൊക്കെ രണ്ടാണെന്ന് പഠിപ്പിക്കുന്നതല്ലേ ഏറ്റവും വലിയ വിവരക്കേട്. നമ്മളൊക്കെ ഒന്നല്ലേ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഒന്നല്ലേ? അക്കാര്യത്തിൽ രണ്ടെണ്ണമുണ്ടോ? 4 മദ്ഹബ് ഇവിടെയുണ്ട്. മദ്ഹബിന്റെ ഇടയിൽ എത്ര തർക്കമുണ്ട്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെയും മാലിക് ഇമാമിന്റെയും ഷാഫി ഇമാമിന്റെയും അഹ്മദ് ഇബ്നു ഹംബലിന്റെയും ഇടയിൽ ലക്ഷക്കണക്കായ മസലകളിൽ തർക്കമുണ്ട്. വലിയവരായ അന്യവരായ സ്ത്രീ പുരുഷന്മാര് തൊലി തമ്മിൽ തൊട്ടാൽ ഷാഫി മദ്ഹബിൽ ഒതു ഔട്ടായി പോയി. എന്നാൽ വലിയവരായ അന്യവരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി നേരം വെളുക്കോളങ്ങനെ തൊട്ടുകൊണ്ടിരുന്നാലും ഹനഫി മദ്ഹബിൽ ഒതു മുറിയുകയില്ല. നമ്മൾ പലപ്പോഴും ഹജ്ജിന് പോകുമ്പോ, ഉംറയ്ക്ക് അമീറന്മാരായി പോകുമ്പോ തവാഫിൽ വുദു മുറിയാതിരിക്കാൻ നമ്മൾ ഹനഫി മദ്ഹബിനെ കൊണ്ട് തഖ്ലീദ് ചെയ്യിപ്പിച്ചിട്ട് ഹാജിമാർക്ക് ഉംറയ്ക്ക് പോകുന്നവർക്ക് ആ മസല പഠിപ്പിച്ചു കൊടുക്കാറാണ് പതിവുള്ളത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത് ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ. ഇമാമിങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം സമുദായത്തിന് ഖൈറേ വന്നിട്ടുള്ളൂ, സമുദായത്തിന് ദോഷം വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഒന്നാണ്, രണ്ടല്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിച്ചവരും ഷാഫി മദ്ഹബ് സ്വീകരിച്ചവരും ഹംബലി മദ്ഹബ് സ്വീകരിച്ചവരും മാലികി മദ്ഹബ് സ്വീകരിച്ചവരും ഏത് മദ്ഹബ് സ്വീകരിച്ചാലും 4-1 മദ്ഹബ് സ്വീകരിച്ചവരൊക്കെ സുന്നികളാണ്. അവരൊക്കെ ഒന്നാണ്, അവരൊക്കെ ഒറ്റ ശക്തിയാണ്. ആ നിലക്കുള്ള കാര്യം മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ സലാത്ത് ആര് ചൊല്ലിയാലും അതിന് പ്രതിഫലമുണ്ട് കേട്ടോ. എവിടെ വെച്ച് ചൊല്ലിയാലും പ്രതിഫലമുണ്ട്. സലാത്തിന്റെ കിതാബുകൾ നോക്കിയാ കാണാൻ, ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ, ഞാൻ വലിയ സലാത്ത് ചൊല്ലുന്ന ആളാണെന്ന് കാണിക്കാൻ ഒരാൾ റസൂലുള്ളാഹിന്റെ സലാത്ത് ചൊല്ലിയിട്ട് നാളെ മഹ്ശറയിൽ വന്നാൽ, എടോ നീ സലാത്ത് ചൊല്ലിയത് ജനങ്ങളെ കാണിക്കാനല്ലേ എന്ന ചോദ്യം വന്നാൽ റബ്ബവന് മാപ്പ് കൊടുക്കുക തന്നെ ചെയ്യോ. കാരണം റസൂലുള്ളാഹിന്റെ സലാത്ത് ഖിബറിന് വേണ്ടി ചൊല്ലിയാലോ ആളെ കാണിക്കാൻ ചൊല്ലിയാലോ ആ സലാത്തിന് കൂലിയുണ്ട് കേട്ടോ.